എൻ്റെ സംസാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന ഒന്നാണ്. കുറച്ചേ ഉള്ളൂ, കരുതലോടെ ജീവിക്കാം. എന്താണ് നമുക്ക് കുറച്ചുള്ളത്? ജീവിതം, അല്ലേ? അത് വളരെ കുറച്ചുള്ളൂ. ആ ജീവിതം കുറച്ച് കരുതലോടുകൂടി ജീവിക്കണം എന്നാ. ആ കരുതലോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് ചുറ്റും നമ്മുടെ അരികിലേക്ക് എത്തുന്ന കുറേ തിന്മകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി നമ്മളിവിടെ ചർച്ച ചെയ്തു വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോകത്ത് നമ്മൾ നോക്കിയാൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നിയമ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളെ വിട്ടപ്പോൾ ഒരു കൃത്യമായ നിയമം പറഞ്ഞു ഇവിടെ, അല്ലേ? ഒരു ഭാഗത്തുള്ള ആളുകൾ ഈ ഡോറിലൂടെ ഭക്ഷണം കഴിക്കാൻ പോവുക, ബാക്കിയുള്ളവർ ആ ഡോറിലൂടെ നമസ്കരിക്കാൻ പോവുക. എന്തിനങ്ങനെ പറഞ്ഞേ? ഇത് വളരെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൽ ചെന്നാൽ അവിടെ കുറേ നിയമങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെയുമുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ അവിടെയും നിയമമുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട്. എന്തിനു വേണ്ടിയാണത്? പരസ്പരം തകർന്നു പോകാതെ സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നിയമവ്യവസ്ഥകളുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, എന്തും കൂടെ ചെയ്തു, എങ്ങനെ ജീവിക്കണമെന്ന നിയമവ്യവസ്ഥയും നമുക്ക് നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലേക്ക് ജീവിതം തുടങ്ങുന്ന ആദിമ മനുഷ്യനായ ആദം, അതുപോലെ തന്നെ ഇണയായ ഹവ്വ, രണ്ടുപേരും സ്വർഗത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുന്നു. ഒരു നിയമം പറഞ്ഞു അവരോട്. എന്താ പറഞ്ഞത്? ഒരു പഴം, ഒരു ഖനി അത് കഴിക്കരുത്. പക്ഷെ പൈശാചികമായ പ്രേരണ കൊണ്ട് ആ നിയമം ലംഘിക്കപ്പെട്ടു. അവർ കഴിച്ചു. എന്തു പറഞ്ഞു അവരോട്? നിങ്ങൾ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് പോവുക, നിങ്ങൾ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് പോവുക. എന്നാൽ അവർക്ക് സങ്കടമുണ്ടായി. പക്ഷെ ആ സങ്കടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകർന്നു കൊടുത്ത വാക്കെന്താ? നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും ഒരു മാർഗം, ഒരു സത്യസന്ദേശം നിങ്ങൾക്ക് വന്നെത്തും. ഒരു മാർഗം നിങ്ങൾക്ക് വന്നെത്തും. ഫമനിത്തബഅ, ആരാണോ അതിനെ പിൻപറ്റുന്ന ആളുകൾ, ആരാണോ അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, ആരാണോ അതിനെ ലൈക്ക് ചെയ്യുന്നവർ, ആരാണോ അതിനെ ഷെയർ ചെയ്യുന്നവർ, അവർക്ക് രണ്ട് കാര്യമുണ്ട് എന്നാ. ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയാത്ത അത്രമേൽ ഉറപ്പുള്ള മനോഹരമായ രണ്ട് കാര്യം. നിങ്ങൾ നോക്കിയേ, നമ്മൾ എന്ത് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പോയാലും നമ്മുടെ ഉമ്മമാർ ചോദിക്കുക, എന്താ ഇതിൻ്റെ ഗ്യാരണ്ടി, എന്താ ഇതിൻ്റെ വാറണ്ടി, എത്ര വർഷം, അല്ലേ? ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഡിസ്പ്ലേക്ക് വാറണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ. ചിലപ്പോൾ ഉണ്ടാകും, 5 കൊല്ലം 10 കൊല്ലമൊക്കെ ഉണ്ടാവും, അല്ലേ? എന്നാൽ അങ്ങനെ ഗ്യാരണ്ടി അത് ഉണ്ടാക്കി ആൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും വന്നെത്തിയ ഒരു സത്യമാർഗം, ഫമനിത്തബഅ, നിങ്ങളിൽ ആരാണോ പിൻപറ്റുന്നത്, ആരാണോ പിന്തുടരുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത്രമേൽ ഉറപ്പ്. 5 വർഷമല്ല കേട്ടോ, 10 വർഷമല്ല. ഫലാ ഖൗഫുൻ അലൈഹിം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല. വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. അത് ഉറപ്പാ. ആരുടെ ഉറപ്പാ? അല്ലാഹ് തന്ന ഉറപ്പാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്തിനെയാ? ഖുർആനിനെയാണ്. ഖുർആനിനെയാണ്. ആരെയല്ല? ഇൻഫ്ലുവൻസേഴ്സിനല്ല. ആരാ ഇന്നത്തെ ഇൻഫ്ലുവൻസേഴ്സ്? ഉമ്മമാർക്ക് അറിയുണ്ടാവില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുറേ സഹോദരിമാർക്ക് അറിയാം. നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ആരാ? നമ്മുടെ ഫോളോവേഴ്സ്, അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാ? ധാരാളം ആളുകളുണ്ട്, അല്ലേ? ധാരാളം ആളുകളുണ്ട്. മ്യൂസിക്കൊക്കെ ഇങ്ങനെ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടിയാൽ നമ്മുടെ ഇൻഫ്ലുവൻസറാ, അല്ലേ? രാവിലെ വന്നിട്ട് ശുഭദിനം എന്നൊരു കുട്ടി പറഞ്ഞാലും നമുക്ക് ഇൻഫ്ലുവൻസറാ. അഥവാ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകളാണ് നമുക്ക് പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വരുന്നത് എന്ന മക്കളെ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ്.
ആ അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മുടെ മനസ്സിന് ഇത്രമേൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന വാക്കാണത്. നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന്. നമ്മൾ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് നമ്മളെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രയാസപ്പെടണം, ഞാനുണ്ട് എൻ്റെ കൂടെ, എന്താ എൻ്റെ പ്രശ്നം എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എത്ര സമാധാനം ഉണ്ടാവും? അല്ലാഹു പറയാ, നിങ്ങൾ സമാധാനപരമായി ജീവിക്കണോ, നിങ്ങൾക്ക് പ്രയാസവും ദുഃഖവും സങ്കടവും നിങ്ങൾക്ക് ഭയപ്പാടുമില്ലാതിരിക്കാൻ എന്നിൽ നിന്നും വന്നെത്തിയ ഒരു സത്യസന്ദേശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങൾ പിന്തുടരണം. അങ്ങനെയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്തിനെയാണ്? വിശുദ്ധ ഖുർആനിനെയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നാമതായി നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ട വിഷയം ഏതാ? നമ്മൾ ഉറപ്പ് വരുത്തേണ്ട വിഷയം ഏതാ? അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അല്ലേ? ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കുമ്പോൾ ഈ ഓഡിറ്റോറിയം എങ്ങനെ കൊടുന്ന് ഇവിടെ വെച്ചതാ ആണോ? അല്ല. എന്ത് ചെയ്തു? ഒരു എഞ്ചിനീയർ വന്നു, ഈ സ്ഥലം കണ്ടു, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്ത പണി എന്താ? ഇവിടെ തറ കീറി അല്ലേ? ഇതിനൊരു തറയില്ലേ, ഒരു ബേസ് ഇല്ലേ, ഒരു അടിസ്ഥാനമില്ലേ? ആ ബേസിലാണ് എന്ത് നിൽക്കുന്നത്? ഈ നിൽക്കുന്നത്. ആ ബേസ് ഇല്ലെങ്കിലോ ഇതോടെ നിൽക്കുവോ? പൊളിഞ്ഞു വീഴും. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ എല്ലാ അമലുകളും, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ നന്മയാർന്ന എല്ലാ പ്രവർത്തനങ്ങളും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ ബേസ് എന്താ? അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഉറപ്പിക്കാൻ പറ്റണം. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇതിപ്പോൾ എനിക്കറിയാലോ അള്ളാഹുവാണ് റബ്ബ് എന്ന് ആർക്കും അറിയാത്തത്. പക്ഷെ എവിടെയാ പ്രശ്നം എന്നറിയോ? അള്ളാഹു വല്ലാത്ത പല ആളുകളെയും ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ റബ്ബുകളാക്കി മാറ്റുന്നു, നമ്മൾ പോലും അറിയാതെ അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ കാണാം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും. നിങ്ങൾ എക്സാം ആണോ? ഓക്കെ, എന്നാൽ ഈ പേന കൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് വിജയിക്കാം, കുറേ മാർക്ക് കിട്ടും. അതെന്താണ്? അതേതോ ഒരു മക്ബറയിൽ നിന്നും പൂജിച്ച പേനയാണ് എന്ന് വിശ്വസിച്ച് ആ പേന കൊണ്ട് പോയി പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അസുഖം വരുമ്പോഴത്തേക്ക് അല്ലേ, നിങ്ങളൊന്ന് ആലോചിക്കുക, അസുഖം വരുമ്പോൾ ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ചരട് കാണുന്നു. എന്താ പ്രശ്നം? ഓൻ പറഞ്ഞു പനിയായപ്പോൾ ഉമ്മ കെട്ടിത്തന്നതാണ് അല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിടാ ഈ നാട്ടിൽ ഹോസ്പിറ്റലിൻ്റെ ആവശ്യമുണ്ടോ? കുറേ ചരടിൻ്റെ കട തുറന്നാൽ പോരെ? പനിക്കൊരു കറുത്ത ചരട്, ചുമക്കൊരു ചുവന്ന ചരട്, ക്യാൻസറിന് ചൂടിക്കയറ്, കാരണം വലിയ അസുഖമാണല്ലോ, വരിഞ്ഞു മുറുക്കാലോ നമുക്ക്. ഡോക്ടർമാരെ ആവശ്യമുണ്ടോ? ഹോസ്പിറ്റലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ ദുരിതമുണ്ടായാലും അള്ളാഹു ഏകനായ റബ്ബ്, അതാണ് വിശ്വാസിയുടെ ഗുണം. അവന് നന്മയുണ്ടായാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹനെ സ്തുതിക്കും. അവന് പ്രയാസമോ എന്തെങ്കിലും ദുരിതമോ ഉണ്ടായാലോ അവൻ ക്ഷമിക്കും. ക്ഷമയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കും. അതായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം പിടിപെട്ട് വർഷങ്ങളോളം കിടന്നു, വീട്ടുകാർ മാറി നിന്നു, ഭാര്യ പോലും മാറി നിന്നു. ഒരു വേള പോലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു വല്ലാത്ത ഒരു രീതിയിലും തൻ്റെ പ്രാർത്ഥന ഉയർത്തിയില്ല. ക്ഷമിച്ചു, കാത്തിരുന്നു, പ്രാർത്ഥിച്ചു റബ്ബിനോട്. അസുഖം മാറി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കും നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ ഭരണാധികാരി, അക്രമിയാണ്, ശത്രുക്കളാണ്. അവസാനം നാട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി അവരെ പിന്നാലെ വാളുമെടുത്ത് ഓടുകയാണ്. അവസാനം അവർ സമുദ്രത്തിന്റെ മുൻപിലെത്തി നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ആളുകൾ, ആര്? വിശ്വാസികൾ. അവര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ പറയില്ലേ ഐ ആം ട്രാപ്ഡ് എന്ന്? അവർ പറയാം നമ്മൾ പെട്ടു, ഇനി എന്തില്ല, ഒരു രക്ഷയില്ല. കാരണം പിറകിൽ എന്താണ്? വലിയ സമുദ്രമാണ്, കടലാണ്. മുന്നിൽ ആരാളുള്ളത്? അക്രമിയായ ഭരണാധികാരിയും
അതുപോലെ തന്നെ വാളും പിടിച്ചു നിൽക്കുന്ന വലിയ മനുഷ്യരായ ശത്രുക്കളുമാണ്. എന്ത് ചെയ്യും? കല്ലാ, മൂസാ നബിന്റെ വാക്കാണ്. കല്ലാ, ഒരിക്കലുമില്ല. ഇന്ന റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് കൃത്യമായി വഴി കാണിക്കും. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ആര് വഴി കാണിക്കും? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും. വഴി കാണിച്ചു. എന്താ വഴി കാണിച്ച്? ആ വടി കൊണ്ടൊന്ന് മൂസ ഒന്ന് ആ കടലിലടിച്ചോ. ആരാവണം നമ്മുടെ റബ്ബ്? അള്ളാഹുവാണ്, അല്ലേ? അതിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നാലും നമ്മുടെ വിശ്വാസം ഉറക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരു പാമ്പിനെ കണ്ടു വഴിയിൽ. എന്ത് ചെയ്യും നമ്മൾ? പേടിയുണ്ട് നമുക്ക്, അല്ലേ? പാമ്പ് നമ്മളെ കടിക്കുമോ എന്നുള്ള ഭയമുണ്ട്. ഉണ്ടോ? പേടി. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒന്നെങ്കിൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ധൈര്യം വടി കൊണ്ട് അടിക്കും, അല്ലെങ്കിലോ നമ്മൾ പിറകോട്ട് ഓടും, അല്ലേ? ഇതെന്താ? ഇത് ഭൗതികമാണ്, അല്ലേ? നമ്മൾ നേരിൽ കാണുന്ന ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് പേടി ഉണ്ടാവുമെന്ന്. എന്നാൽ അതേ സമയം നമ്മൾ വിചാരിക്കുന്നു, ഈ പാമ്പിനെ ഞാൻ ആരാധിച്ചില്ല എങ്കിൽ, ഈ പാമ്പിനെ ഞാൻ പൂജിച്ചില്ല എങ്കിൽ, ഈ പാമ്പ് എൻ്റെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കും, എനിക്ക് അസുഖമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നതോ, ദാറ്റ് ഈസ് ഷിർക്ക്. അതാണ് ഷിർക്ക്. കാരണം എനിക്ക് നന്മയും തിന്മയും എൻ്റെ ജീവിതത്തിൽ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. നന്മയാണെങ്കിൽ അവൻ നന്ദി കാണിക്കും, സ്തുതിക്കും. പ്രയാസമോ ദുരിതമോ ആണെങ്കിലോ അവൻ ക്ഷമിക്കും. ഒന്നും കൂടെ പറയാം. ഒരു കറുത്ത പൂച്ച നമ്മുടെ അരികിൽ വന്നു, നമുക്ക് പേടിയുണ്ടോ? പൂച്ച ചിലപ്പോൾ മേത്തേക്ക് ചാടും, ചിലപ്പോൾ നമ്മളെ മാന്തും, പേടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ പൂച്ചയെ ആട്ടിക്കളയും. എന്നാൽ അതേ പൂച്ച നമ്മൾ കാർ പോർച്ചിൽ നിന്ന് സ്കൂട്ടി എടുത്ത് പോകാൻ നേരെ മുന്നിലൂടെ പോയപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഈ സ്കൂട്ടി അപകടത്തിൽ പെടും, ഇപ്പൊ പോവാൻ പറ്റൂല. അങ്ങനെ വിശ്വസിച്ചാലോ? അത് ശിർക്ക്. മനസ്സിലായോ? അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബേസ് എന്താണ്? എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന്. എന്നാൽ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മൾ ബേസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്താ? നമ്മുടെ ജീവിതം ആ അള്ളാഹു പറഞ്ഞതുപോലെ ആവണം. നമ്മുടെ ജീവിതം ആ അള്ളാഹു പറഞ്ഞതുപോലെ ആവണം. എന്താണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്? അടുത്ത നമ്മുടെ ജീവിതം ഇതാണ്. ട്രെൻഡല്ല ജീവിതം, ഖുർആനാവണം ജീവിതം. രാവിലെ നീച്ചാൽ എന്താണോ തലേന്നത്തെ ട്രെൻഡ്, അതാണ് നമ്മൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ട്രെൻഡല്ല മക്കളെ ജീവിതം, ട്രെൻഡല്ല ജീവിതം. അതിനപ്പുറത്ത് ഞാനിങ്ങനെ ആലോചിക്കണേ, നമ്മളിങ്ങനെ നോക്ക്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കുറേ പോസ്റ്ററുകൾ കണ്ടു. കുറേ പോസ്റ്ററിലെ വിഷയം ഇതാണ്: കൽബ് കണ്ട് ഹൃദയം പൊട്ടിയവർ. ഞാൻ വിചാരിച്ചു, പടച്ചോനെ എന്താ അത് പ്രശ്നം എന്നറിയില്ലല്ലോ. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ മീറ്റിങ്ങുമായി ഇരുന്നപ്പോൾ IGM-ലെ ഒരു കുട്ടിയോട് ഞാൻ അത് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കൽബ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. ഈ സിനിമ OTT-യിൽ വന്നപ്പോൾ ഭയങ്കര ഹിറ്റായി. എന്താണ് അതിൻ്റെ ഇതിവൃത്തം? കണ്ടന്റ് എന്താന്ന് വെച്ചാൽ, ഒരാണും പെണ്ണും ഇഷ്ടപ്പെടുന്നു, വീട്ടുകാർ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു. അവളെ കിട്ടാത്തതിൻ്റെ പേരിൽ ഇവനിങ്ങനെ എന്ത് ചെയ്യുന്നു? ആകെ മൂഡ് ഔട്ടായി, ഡിപ്രഷനായി നടക്കുന്നു. ഇത് കണ്ടിട്ട് കരയാ. അപ്പൊ നോക്കുമ്പോൾ റീൽസ്, ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ സിനിമ കണ്ട് മൊബൈലിൽ കണ്ടിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കരയണു. പ്രിയമുള്ളവരെ, ഇന്നും രാവിലെ വാർത്തയുണ്ട്. എന്താണെന്നറിയോ? ഗസയില്, ഫലസ്തീനില് മക്കള് മരിച്ചു വീഴുക. ഒരിറ്റ് കണ്ണുനീര് നമുക്കില്ല. നമ്മുടെ മുമ്പിൽ ആരോ എഴുതി വെച്ച ഏതാനും കഥകൾ കണ്ടപ്പോ നമ്മുടെ ഹൃദയം പൊട്ടിയല്ലേ? അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്ക് എന്തേ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിലും ഇല്ലാതെ പോയത്. കരയാണ് നമ്മൾ. ആരെക്കുറിച്ച്? നമ്മുടെ ഖബറിനെ കുറിച്ച് ഓർത്തല്ല, നമ്മൾ നാളെ കാണേണ്ട അസ്രായിലിനെ കുറിച്ച് ഓർത്തല്ല. റബ്ബിന്റെ കോടതിയിൽ അള്ളാഹനെ കണ്ടുമുട്ടും, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന ഭയവുമല്ല. ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന്റെ പിറകെ നടന്ന് അഭിനയിച്ച് തീർത്ത കഥ കണ്ടിട്ട് കരയാൻ നാണമില്ല നമുക്ക്? അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച എനിക്കും നിങ്ങൾക്കും നാളത്തെ ഒരു രാവിലെ പോലും ഈ ലോകത്ത് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാതെ ഈ ക്ഷണികമായ ജീവിതം കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ഒന്നാലോചിച്ച് നോക്കിയ മക്കളെ, എവിടെയാ നമ്മുടെ സ്ഥാനം?
എൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ഓർത്തല്ല എനിക്ക് കരച്ചില്, എൻ്റെ ഖബറിനെ കുറിച്ച് ഓർത്തല്ല എനിക്ക് കരച്ചില്. എന്തിനെ കുറിച്ചാ? കൽബിൽ ഓൻകോള കിട്ടാത്തതിൻ്റെ പേരില്ല. നാളെ റബ്ബ് ചോദിക്കൂല കൽബിനെ കുറിച്ച്. നാളെ റബ്ബ് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാ. നമസ്കാരത്തെ കുറിച്ചാ. പ്രിയമുള്ളവരെ, ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മളിൽ എത്ര പേര് കരഞ്ഞിട്ടുണ്ട്? എത്ര പേര് കരഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പറയും. എത്ര വക്ത് നമസ്കാരം നമുക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടിയില്ലേ? നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, കേരളപ്പിറവി ദിവസം സെറ്റ് സാരി എടുത്ത് ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസും വെച്ച് ആറ്റിറ്റ്യൂഡും പിടിച്ച് നടന്നാൽ ഞാൻ എന്തോ ആയി എന്നൊരു തോന്നലുണ്ട് നമുക്ക്, അല്ലേ? ഉണ്ട്. നമുക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ എന്തോ ആയി എന്ന്. അള്ള പറഞ്ഞു നമ്മളോട്, നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയെ പിളർത്താനും ആകാശം മുട്ട വളരാനും നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങൾ നിസ്സഹായകരാണ്. ഒരു മാസങ്ങൾ ആയിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതി വരുമ്പോൾ 4 കുട്ടികൾ, അല്ലേ? 4 കുട്ടികൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തയെ ഇങ്ങനെ മരവിപ്പിച്ച് കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നാളെ നന്നാകാം. നാളെ നന്നാകാം. അങ്ങനെ എത്ര നാളെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഡിസംബർ കഴിയാൻ പോവാണ്. നമുക്കൊക്കെ അടുത്ത വർഷത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. കഴിഞ്ഞ വർഷം പ്ലാൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നാളെ നന്നാകാം, ഇങ്ങനെ ഒരു തോട്ട്, ഈ ഒരു ചിന്ത ഇല്ല. നാളെയല്ല, ഇപ്പോ എൻ്റെ മുമ്പിൽ എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന ചിന്തയോടുകൂടി ഇന്ന് രാവിലെ വീട്ടിന്നിറങ്ങിയപ്പോ വലിയ പ്രതീക്ഷയിലാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവർ തിരിച്ചു വരുമ്പോൾ ഇസ്ലാമികമായി അള്ളാഹുവിനെ കുറിച്ച് ഒരല്പമെങ്കിലും അവർക്കറിയാമെന്നുള്ള ചിന്തയിലാണ്. പ്രിയമുള്ള, അങ്ങനെയാണെങ്കിൽ ഖുർആനാണ് നമ്മുടെ ജീവിതമാവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ആ ഖുർആൻ നമ്മുടെ ജീവിതമാണോ എന്ന്. യാസീൻ്റെ അർത്ഥം ചോദിച്ചാൽ യാ മോനെ സീനാട്ടോ എന്നർത്ഥം പറയുന്ന ആൾക്കാരാണ് നമ്മൾ. ഒന്നാലോചിച്ച് നോക്കിയേ. ഖുർആൻ അതൊക്കെ നോമ്പിന് ഇങ്ങനെ വായിക്കേണ്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൽ 2.5 മണിക്കൂർ സിനിമ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ 4-5 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പാട്ടുഗാനമേളകൾ ക്യാമ്പസുകളിൽ നമുക്ക് ആഹ്ലാദം നൽകുന്നുണ്ട് എങ്കിൽ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, നിങ്ങളാരും വിശുദ്ധ ഖുർആനിനെ ആയത്തിൽ വായിച്ചിട്ടില്ല. അത്രമേൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇനിയും നമ്മൾ ഓതി നോക്കാത്ത ആയത്തുകൾ ഖുർആനിന്റെ ഉള്ളിലുണ്ടോ? നമ്മുടെ പ്രായമൊന്ന് മനസ്സിലെടുത്ത് 1-ാം ക്ലാസ്സിൽ നമ്മൾ ചേർന്നപ്പോൾ അറബി പുസ്തകത്തിന്റെ പിറകിൽ 3 സൂറത്തുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ്, ഫലഖ്, നാസ്. അവിടെ മുതൽ നമ്മൾ ഓതി തുടങ്ങി. 5-ാം ക്ലാസ് കഴിഞ്ഞ് 7-ാം ക്ലാസ്സും കഴിഞ്ഞ് പൊതുപരീക്ഷയും കഴിഞ്ഞ് പിന്നീട് കിട്ടാവുന്ന ഖുത്ബകളിലും പങ്കെടുത്ത ഞാനും നിങ്ങളും മനസ്സിൽ കൈവച്ചിട്ട് പറ, ഇനിയും ഞാൻ ഓതി നോക്കാത്ത ആയത്തുകൾ ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? മാസങ്ങൾക്ക് മുമ്പിറങ്ങിയ സിനിമകൾ 2.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്തെങ്കിൽ 18, 19, 20, 25 പ്രായമായ നമ്മൾ ഇപ്പോഴും വായിച്ചു നോക്കാത്ത ആയത്ത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിൽക്കുക? എങ്ങനെയാണ് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ട്രെൻഡിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ കാട്ടിക്കൂട്ടണ്ട. ഇസ്ലാമിൽ നെരിയാണിക്ക് മേലെ പാൻറ് ഇടാൻ പറഞ്ഞത് ആണുങ്ങളോടാ. ആരാ ഇടുന്നത്? അതിങ്ങനെ കേറി ടോപ്പ് താഴത്തേക്ക് ഇറങ്ങി പാൻറ് ഇങ്ങനെ മേലക്കും കയറിയിട്ട ഇങ്ങനെ നോക്കും. കുറച്ചോനെ ഈ പെണ്ണ് പാൻറ് ഇട്ടിട്ടില്ലെന്ന് തോന്നിപ്പോവും. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ഞാൻ ഒരാളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം പ്രിയമുള്ളവരെ, സങ്കടകരമാണ്. നമ്മളിങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോൾ സ്കൂളിൻ്റെ മുൻവശത്തും ക്യാമ്പസുകളിൽ നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചകൾ സങ്കടകരമാണ്. നമുക്ക് ഒരു വേള തല ഉയർത്തി നോക്കാൻ പറ്റാത്ത രൂപത്തിൽ മണിക്കൂറുകളോളം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ബസ്സിലാണെങ്കിൽ പോലും, ഒരു യാത്രയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പോലും നമുക്ക് അത്രമേൽ പ്രയാസം. കാരണം അനാവശ്യമായ കാഴ്ചകളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ നമുക്ക് തടയേണ്ടതുണ്ട്. ചുറ്റും അത് മാത്രമേ ഉള്ളൂ.
ഒന്ന് ആലോചിച്ച് നോക്ക്, സങ്കടകരമാണ്. നിങ്ങൾ എവിടെ വന്നിരിക്കുന്നത് എത്ര മനോഹരമായ ദീനിപരമായ വസ്ത്രത്തിലാണ്. പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്ന കാലം വരെ ഇതുപോലെ വസ്ത്രമണിയുമെന്ന് ഉറപ്പിക്കാൻ പറ്റണം നമുക്ക്. ഏതാണ് ആ ലോകം? ഈ ലോകത്തേക്ക് നമ്മൾ പിറന്നു വീണത് എല്ലാവരും നഗ്നരായിട്ടാണ്. ഇനി അങ്ങോട്ട് അവസാന നാളിൽ ഈ ലോകത്ത് നമ്മൾ മരണമഴിഞ്ഞു കളഞ്ഞാൽ, ഇവിടെ നമ്മൾ പിറന്നു വീണപ്പോൾ ഒരു ഉമ്മ നമ്മളെ കുളിപ്പിച്ചു. അവസാനം ഏതാനും ചില ആളുകൾ കൂടെ നമ്മുടെ വസ്ത്രങ്ങൾ മാറ്റി നമ്മളെ കുളിപ്പിച്ച് വെറും ഒരു 100 രൂപയിൽ താഴെ മീറ്ററിന് വിലയുള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിവസം, ഒരൊറ്റ ദിവസം. ആ ദിവസത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കാലം വരെ എൻ്റെ ശരീരത്തെ അള്ളാഹു പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും ഞാൻ പ്രദർശിപ്പിക്കില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ നമ്മളോട്, ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കരുത് എന്ന്. എന്താണ് അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് രാവിലെ ഇങ്ങനെ അല്ലേ, ബ്ലഷിങ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ എന്നാ കേൾക്കാൻ തുടങ്ങി? ബ്ലഷ് ചെയ്യുക അല്ലേ? എന്താ മോളെ കോളേജിൽ പോവാൻ സമയമായില്ലേ? ഇല്ലമ്മ, ഈ ബ്ലഷ് ഒന്ന് റെഡിയാക്കാനുണ്ട് അല്ലെ, ഐ ഒന്ന് ശരിയാക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു യൂട്യൂബർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആ സ്ത്രീ പ്രൊമോട്ട് ചെയ്യുന്നത് കോസ്മെറ്റിക് ഐറ്റംസാ. അവർ പറയാ, നിങ്ങൾ വെറും കച്ചവട ചരക്കാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ കച്ചവടക്കാരുടെ മുമ്പിൽ വെറും വാണിജ്യ ചരക്ക് മാത്രമാണ്. എന്താണ് നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നിർത്തിയാൽ, നിങ്ങളെ പ്രദർശിപ്പിച്ചാൽ അവർക്ക് പലതും വിൽക്കാൻ പറ്റും, അവർക്ക് ലാഭമുണ്ടാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ വാണിജ്യ ചരക്ക്. ആ സ്ത്രീ പറയാ, ഞാൻ ഓരോ ദിവസവും പല കമ്പനികളും ബ്രാൻഡുകളും എന്നെ വിളിക്കാറുണ്ട്. 15,000 മുതൽ 55,000 രൂപയുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഞാൻ പരസ്യം ചെയ്യാറുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായി ഓരോ ഷെഡ്യൂളിലും ഓരോ പാക്കറ്റ് എൻ്റെ വീട്ടിലെത്തും, അവരുടെ വീട്ടിലെത്തും. അവരെ വീഡിയോ കണ്ടിട്ടോ നമ്മൾ വാങ്ങും. പ്രിയമുള്ളവർ, നിങ്ങൾ വീട്ടിൽ പോയിട്ടേ നിങ്ങൾ ഉപ്പാക്ക് കൈ കൊടുക്കുക, എന്നിട്ട് ഉപ്പാൻ്റെ കൈയിൻ്റെ ഉൾഭാഗം ഒന്നിങ്ങനെ തടവി നോക്ക്. കരിങ്കല്ലിൻ്റെ പാറ എടുത്തതിൻ്റെ പാടുകൾ ഉണ്ടാവും ചില ഉപ്പമാരെ കയ്യിൽ. തെങ്ങിൽ കയറി ഉതിർന്നപ്പോ ആര് കൊണ്ട പാടുണ്ടാവും നിങ്ങളുടെ ഉപ്പയുടെ കയ്യിൽ. അങ്ങേയറ്റം അധ്വാനിച്ച് പ്രയാസപ്പെട്ട് അസുഖം പോലും വകവെക്കാതെ രാവും പകലുമെന്നില്ലാതെ അധ്വാനിച്ചതിന്റെ അടയാളങ്ങൾ കാണാം. നിങ്ങൾ ചോദിക്കുമ്പോൾ 500ഉം 1000ഉം നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടിക്കും, നിങ്ങൾക്ക് മറ്റുള്ള ഓരോന്നിനും അല്ലേ, എന്താണ് ബോം ടു ബി, എന്ത് ടു ബി, കുറേ ടു ബി, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, എല്ലാത്തിനും 500ഉം 1000ഉം തരുന്നില്ലേ? ഉപ്പാന്റെ കൈയൊന്ന് പോയി തയമ്പ് നോക്കണം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. നിങ്ങളുടെ ഉപ്പമാര് കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഉമ്മാനെ കാണിക്കുന്ന ഡോക്ടറെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഉമ്മാന്റെ അസുഖത്തിന്റെ പേര് നിങ്ങൾക്കറിയോ? ഉപ്പാന്റെ പ്രയാസങ്ങൾ നിങ്ങൾക്കറിയോ? ചിലപ്പോൾ ഉപ്പ കുറച്ച് പരുഷനായിരിക്കാം, ഉപ്പ ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ചൂടുള്ള പോലെയൊക്കെ തോന്നാം, കുറച്ചൊക്കെ പ്രയാസമുള്ള അല്ലെങ്കിൽ കടുംപിടുത്തുള്ള മുഖമൊക്കെ കാണാം. ആ ഉപ്പയുടെ ഉള്ളെന്താണെന്നറിയോ? ഒരു കോഴിക്കുഞ്ഞുങ്ങളെ തൻ്റെ തള്ളക്കോഴി കൊണ്ടു നടക്കുന്നത് പോലെ തൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ട വേവലാതികളാണ്. ഒരു ഉപ്പയില്ല, ചെറുതല്ല. ഒരു ഉപ്പയില്ലാത്ത നിങ്ങളുടെ ഇക്കാക്കമാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം അവരോട്. അവന്റെ ഉമ്മയെയും അവന്റെ പെങ്ങന്മാരെയും ഒരാളുടെ ദോഷവും ഏൽക്കാതെ അവൻ പ്രയാസപ്പെട്ട് കൊണ്ട് നടക്കുന്ന വേദന നിങ്ങളുടെ ഇക്കാക്കമാർക്കറിയാം. നിങ്ങൾ ചിന്തിക്കണം. കുറച്ചേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതം. അത് നമ്മൾ അടിച്ചു പൊളിച്ച് ട്രെൻഡിനൊപ്പം തീർക്കാനുള്ളതല്ല. അള്ളാഹു പറഞ്ഞ ജീവിതം അനുസരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് ട്രെൻഡിനൊപ്പം പോകാതെ ആരാധനകളിലും ഇബാദത്തുകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ പിൻപറ്റി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബ്രാൻഡ് പേരുകളുള്ള വസ്ത്രങ്ങൾ മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞ തൂവെള്ള തുണികളാകുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ബ്രാൻഡഡ് പെർഫ്യൂമുകൾ മാറ്റി കർപ്പൂരം കലക്കിയ വെള്ളമൊഴിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ശീതീകരിച്ച റൂമിൽ നിന്നും കൊണ്ടുപോയി ചെളിമണ്ണുള്ള ഖബറിൽ വെൽക്കാനുണ്ട്. ഇഷ്ടമുള്ള വാഹനത്തിൽ നിന്ന് മാറി
4 കാലുള്ള കട്ടിലേക്ക് വേറി യാത്ര ചെയ്യാനുണ്ട്. മരണം, മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അത് വല്ലാത്തൊരു വാക്കാണ്. എല്ലാവരും മരിക്കുമെന്നല്ല, എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വേദനയുണ്ട്, വേദനയുണ്ട് മരണത്തിന്. ഏത് സമയം വേണമെങ്കിലും നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ യാത്രയാവും, നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ യാത്രയാകും. ആ മരണത്തെക്കുറിച്ച് പൂർണ്ണമായ ചിന്തയും ബോധവും നമുക്കുണ്ടായിരിക്കണം. നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ജീവിതം. ദീനീപരമായ കാര്യത്തിൽ ചിട്ടയോടുകൂടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ട് എങ്കിൽ തീരുമാനമെടുക്കണം. നിങ്ങൾ ഈ റെസിലൻഷ്യ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തലത്തിലും മാറ്റമുണ്ടാക്കിയ ഒന്നാണ് എന്ന തീരുമാനം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമായ വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ട് എങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ഉമ്മാന്റെ മനസ്സ് പൊട്ടിയിട്ടുണ്ട് എങ്കിൽ, ഉപ്പയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും അരികിൽ ചെന്ന് പറയണം, ഉമ്മ, എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ട് എങ്കിൽ പൊറുത്തു തരണേ എന്ന്, പൊറുത്തു തരണേ എന്ന് ഉപ്പയോട് നമ്മൾ പറയണം. ആ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും അള്ളാഹുവിനേക്കാളും ഇഷ്ടം നമുക്കൊരാളോടും, അള്ളാഹുവോട്, അള്ളാഹുവിൻ്റെ പ്രവാചകനോട്, മാതാപിതാക്കളോട് നമുക്ക് ആരോടൊക്കെയാ ഇഷ്ടം? നെഞ്ചിലിങ്ങനെ തട്ടി പറയണം കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം ഇത് കൃത്യമായി പറയണമെന്ന് ഇതിനെ സംഘാടകർ എന്നോട് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഇസ്ലാമിൽ ഏറെ വലിയ കുറ്റമായി ശിക്ഷയായി പറഞ്ഞ ഒന്നാണ് വ്യഭിചാരം. വ്യഭിചാരം എന്താ വ്യഭിചാരം? നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, നാവ് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, ശരീരം കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. നമുക്കൊരു പ്രയാസമില്ലല്ലോ ഒരു അന്യ പുരുഷന്റെ കൂടെ ചേർന്ന് യാത്ര ചെയ്യാൻ, അവൻ്റെ കൂടെ ഇരിക്കാൻ, ക്ലാസ് റൂമുകളിൽ നിന്ന് തമാശകൾക്ക് ഞങ്ങൾക്ക് റീലെടുക്കാൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. അവൻ്റെ കൈ പിടിച്ചാൽ പ്രശ്നമില്ല, അവൻ്റെ കൂടെ ഇരുന്നാൽ പ്രശ്നമില്ല, അവന് തൊട്ടി നിന്നാൽ പ്രശ്നമില്ല, ഒരേ ജ്യൂസ് ഗ്ലാസ്സിൽ നിന്ന് 2 സ്ട്രോ ഉപയോഗിച്ച് കുടിച്ചാൽ പ്രശ്നമില്ല, അവൻ്റെ കസിൻ്റെ കസിനാണ്. ന്യായീകരണങ്ങൾ കുറേയുണ്ട് നമുക്ക്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്ക് മഹ്റമല്ലാത്ത അന്യനായ ഒരു പുരുഷൻ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ വ്യഭിചാരമാണത്, ഒരു വ്യഭിചാരിണിയുടെ കുറ്റമാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാണ്. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യഭിചാരിണിയായി മരിച്ചു വീഴാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചെയ്തു പോയതേ, ഇതറിയാത്തത് കൊണ്ടായിരിക്കാം. ഇവിടം വെച്ച് നിങ്ങൾ അറിയുകയാണത്, നിങ്ങൾ ബോധ്യപ്പെടുകയാണിത്. എനിക്ക് മഹറമല്ലാത്ത അന്യനായ ഒരു പുരുഷന്റെ കൂടെ, നേരത്തെ ഇവിടെ സമതിൻ്റെ സെഷനിൽ പറഞ്ഞല്ലോ അല്ലേ, നമ്മളിങ്ങനെ എന്താണ് ഫ്രണ്ട്സ് ചാറ്റിങ്. ഒറ്റ വാക്ക് റസൂലുള്ള പറഞ്ഞില്ല നമ്മളോട്, ഒരാണും പെണ്ണും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത് അവിടെ ആരുണ്ടാവുക? പിശാച്. അത് ഒരുമിച്ച് നിൽക്കുക മാത്രമല്ല, വാട്സപ്പിലും ഒരുമിച്ച് നിന്നാലും ആ പ്രശ്നം വരും. ചിന്തയാണ് അല്ലേ? ചായ കുടിച്ചോ, അപ്പോൾ ചായൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഫോട്ടോ വരും. ചോറുന്നോ, ചോറിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ വരും. ഇപ്പം എവിടെയുള്ളത് അല്ലേ? ഇന്ന് വാക്കില്ല, ഇങ്ങനെ ഇമേജ് കമ്മ്യൂണിക്കേഷൻ കുറേ ഉണ്ട്, ഇമോജിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ വരും കുറേ അല്ലേ? അതിങ്ങനെ പറഞ്ഞ് അവസാനം എവിടെ എത്തും അല്ലേ? തുറന്ന് നിങ്ങളോട് പറയാം, വസ്ത്രത്തിൻ്റെ നിറം ചോദിക്കുന്നവരുണ്ട് അല്ലേ? നിങ്ങൾ ഇട്ട വസ്ത്രം ഏതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, ഇപ്പം എവിടെ നിൽക്കുന്നു ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ചിന്തയിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും സൗഹൃദം നടിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന രൂപത്തിൽ പല ആളുകളും കടന്നു വരണം. ഒരു കയ്യകലത്തിൽ ഡിസ്റ്റൻസിൽ നിർത്തി അവൻ്റെ മുഖത്ത് നോക്കി പറയണം, എൻ്റെ ദീൻ എൻ്റെ അഭിമാനമാണ്, എൻ്റെ തട്ടം എൻ്റെ അഭിമാനമാണ്, എൻ്റെ ആദർശം എൻ്റെ അഭിമാനമാണ്, അതിനപ്പുറത്തേക്ക് ഒരാളെയും വരാൻ ഞാൻ സമ്മതിക്കില്ല, ഇതെൻ്റെ പരലോക വിഷയമാണ് എന്ന തീരുമാനം നിങ്ങൾ ഇവിടം വെച്ചെടുക്കണം. നിങ്ങൾ ഇവിടം വെച്ചെടുക്കണം. ഞാൻ നാളെ മരിച്ചു പോകേണ്ടവളാണ് എന്നും റബ്ബിൻ്റെ കോടതിയിൽ നിന്റെ ആയുസ്സും നിന്റെ സമയവും നിന്റെ സമ്പത്തും എന്നോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വ്യഭിചാരവും
കടന്നു വരില്ല എന്ന ഉറപ്പ് നിങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുകയുള്ളൂ. എനിക്കറിയാം നിങ്ങളെല്ലാവരുടെയും ഉമ്മയും ഉപ്പയും എത്രത്തോളം വേവലാതിയുണ്ട് എന്ന്. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരാൻ വൈകിയാൽ എത്ര വേവലാതിയുണ്ട് എന്ന് നിങ്ങളുടെ ഉമ്മമാർക്ക് അവരോട് ചോദിക്കണം. നിങ്ങളൊരല്പനേരം എവിടെയെങ്കിലും മാറിയിരുന്ന് ഫോൺ ഉപയോഗിച്ചാൽ ഉമ്മാക്ക് വേവലാതിയാണ്. ഇപ്പം നമുക്കിങ്ങനെ തോന്നും, ഉമ്മ കുറച്ച് പഴഞ്ചനാണ് അല്ലേ. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞു അല്ലേ. പാപ്പയാണെങ്കിൽ എന്താ പറയുക, ഇയാൾ തന്ത വൈബാണ് അല്ലേ. തന്ത വൈബ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോർമേഷനാണ് അല്ലേ. ഞാൻ പലപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാർ പറയും, നമ്മൾ അങ്ങനെയല്ല, ഞാൻ തിരിച്ചാ പറയാറുന്ന. അത് തിരിച്ചിട്ട് നോക്കിയേ, പോസിറ്റീവാ, വൈബ് തന്ത അല്ലേ. പ്രിയമുള്ളവരെ, അവര് ഇങ്ങനെ ചിന്തയോടുകൂടി മാറിപ്പോഴ പഴഞ്ചനൊന്നും അല്ല. അവരുടെ മക്കളെ കുറിച്ചുള്ള വേവലാതിയാണ്, നിങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ, അവരെന്തെങ്കിലും അപകടത്തിൽ പെടുമോ എന്ന ഭയമാണ് അവർക്ക്. അതുകൊണ്ട് നിങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് സങ്കടം, ഉമ്മ എന്തെങ്ങനെ എപ്പോഴും തന്നെ പറയണെന്നുള്ളത് ഭയമാണ്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന്. അള്ളാഹുവോട് അടുപ്പമുള്ളവരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി അടിസ്ഥാനമായി ഉണ്ടാകേണ്ടത് എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. രണ്ടാമത് ആ റബ്ബിൻ്റെ കൃത്യമായ നിർദ്ദേശമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമാകണം. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമായാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സംസ്കാരവും നമുക്കുണ്ടാകും. അവസാനം ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും വിട പറയേണ്ടവരാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. ഈ ലോകമെല്ലാം തന്നെ അവസാനിക്കും. ഏറ്റവും ഉത്തമം ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ക. എല്ലാം തകർത്തെറിയപ്പെടും. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വൽ ആഖിറതു ഖൈറും വഅബ്ക. ഏറ്റവും ഉത്തമം ആഖിറമാണ്, പരലോകമാണ്. ആ പരലോകത്തെ വിജയം കൈവരിക്കാൻ നമ്മുടെ ആദർശത്തിലും നമ്മുടെ ആരാധനകളിലും നമ്മുടെ സ്വഭാവത്തിലും ഇസ്ലാമീയമായ ജീവിതത്തെ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറേയേറെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കറിയാതെ വന്നു പോയിട്ടുണ്ട് നാഥ. അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, എവിടെ വെച്ച് മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുറേ ആളുകളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. കുറേ ആളുകളുടെ മാതാപിതാക്കൾ വലിയ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ശിഫയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർ മാസങ്ങളോളമായി അവർ അഹോരാത്രം രാത്രിയിൽ പോലും ഏറെ വൈകിയും മീറ്റിങ്ങുകൾ ചേർന്നും ഏറെ വൈകി ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും വേണ്ടി അവർ ഓടി നടന്നവരാണ്. അല്ലാഹുവേ, ഇതിൻ്റെ പിന്നിൽ അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, നാളെ മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.